എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 1 കാൽക്കുലസിന്റെ തേർഡ് പോർഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇന്റഗ്രൽ -1 to 1 mod x dx. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതായത് mod xനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? mod x അറിയാം. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? mod x equal to x when x greater than or equal to 0 and minus x when x less than 0. അതായത് mod xന്റെ വാല്യൂ എന്താണ്? x ആണ് എപ്പോൾ x greater than or equal to 0യിൽ, മൈനസ് x ആണ് എപ്പോൾ x less than 0യിൽ. സോ നമുക്ക് ഈ ഇന്റഗ്രൽ -1 to 1 mod x dx-നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? mod xന്റെ വാല്യൂ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 0യിൽ എക്സും ലെസ് ദാൻ 0യിൽ എന്താണ്? മൈനസ് എക്സും ആണ്. സോ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ എങ്ങനെ വരും? -1 തൊട്ട് എവിടെ വരെ എടുക്കണം? 0 വരെ എടുക്കണം. -1 to 0യിൽ mod xന്റെ വാല്യൂ എന്താണ്? മൈനസ് എക്സ് ആണ്. സോ എങ്ങനെ വരും? -x dx പ്ലസ് ഇന്റഗ്രൽ 0 to 1 എന്ത് വരും? 0 to 1 എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ എന്താണ്? എക്സ് ആണ്. സോ എങ്ങനെ വരും? എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ത് വരും? -x² ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്? ഫ്രം -1 to 0 പ്ലസ് അടുത്തത് എന്ത് വരും? x² ഡിവൈഡഡ് ബൈ 2 ഫ്രം എവിടുന്ന് എവിടം വരെയാണ്? 0 തൊട്ട് 1 വരെ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ -1/2 ഔട്ട് സൈഡ് എടുത്തു. -1/2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x² ഫ്രം ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്? -1 to 0 പ്ലസ് ഇവിടുന്ന് ഞാൻ 1/2 ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എന്ത് വരും? x² എന്ന് വരും. ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാണ്? 0 to 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? -1ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത് എന്ത് വരും? 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എത്രയാണ്? 1 ആണ്. സോ 1² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് ആയ 0 എന്ന് വന്നു. ദിസ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു -1ന്റെ സ്ക്വയർ 1 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ എന്തെന്ന് വരും? -1 എന്ന് വരും. പ്ലസ് എന്തെന്ന് കിട്ടും? നമുക്ക് 1/2 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? 1 എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to 2 മോഡുലസ് ഓഫ് 2x - 1 dx. അപ്പൊ നമുക്ക് mod x ആയിരുന്നു കുറച്ച് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? മോഡ് 2x - 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം? മോഡ് 2x - 1നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മോഡ് 2x - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x - 1 എപ്പോഴാണ്? 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ അല്ലെ? മോഡ് x എന്ന് പറഞ്ഞാൽ x ആണ് എപ്പോൾ? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. സോ മോഡുലസ് ഓഫ് 2x - 1 എന്ന് പറഞ്ഞാൽ 2x - 1 ആണ് എപ്പോൾ? 2x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. അതുപോലെ തന്നെ എന്ത് പറയാം? മൈനസ് ഓഫ് 2x - 1 ആയിരിക്കും എപ്പോൾ? 2x - 1 ലെസ് ദാൻ 0യിൽ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 2x - 1 എപ്പോഴാണ്? 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ. ഈ -1നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ഇവിടെ മൈനസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 - 2x എന്ന് വരും. എപ്പോഴാണ്? 2x ഗ്രേറ്റർ ലെസ് ദാൻ 1ൽ അല്ലെ? 2x ലെസ് ദാൻ 1ൽ. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? 2x - 1 വെൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആൻഡ് 1 - 2x വെൻ x ലെസ് ദാൻ 1/2. അതായത് ഇത് എവിടെ വെച്ചാണ് സ്പ്ലിറ്റ് ആവുന്നത്? 1/2ൽ വെച്ചാണ് സ്പ്ലിറ്റ് ആവുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്റഗ്രലിനെ എവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യണം? 1/2ൽ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഈ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to 1/2 അല്ലെ? 0 to 1/2. 0 to 1/2ൽ എന്താണ്? ലെസ് ദാൻ 1/2ൽ 1 - 2x ആണ്. സോ 0 തൊട്ട് 1/2 വരെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - 2x ആയിരിക്കും. ദാറ്റ് ഈസ് 1 - 2x dx പ്ലസ് അടുത്ത് എന്ത് വരും? ഇന്റഗ്രൽ 1/2 തൊട്ട് എവിടം വരെയാണ്? 2 വരെയാണ്. ഗ്രേറ്റർ ദാൻ 1/2ൽ എന്താണ്? 2x - 1 ആണ്. സോ എങ്ങനെ വരും? 2x - 1 dx എന്ന് വരും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1ന്റെ ഇന്റഗ്രൽ എന്താണ്? x ആണ്. മൈനസ് 2xന്റെ ഇന്റഗ്രൽ എന്ത് വരും? x²/2 എന്ന് വരും. x/2ഉം 2ഉം കൂടി കട്ടായി പോയി x² എന്ന് വരും. ലിമിറ്റ് എത്രയാണ് കൊടുക്കേണ്ടത്? 0 to 1/2 പ്ലസ് ഇവിടെയും എന്ത് വരും? 2x² 2 എന്ത് വരും? x² വരും.
മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് എവിടെ നിന്ന് എവിടെ വരെയാണ്? 1/2 തൊട്ട് 2 വരെ. ഇനി ഇവിടെ നോക്കി, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1/2 മൈനസ് 1/2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1/4 എന്ന് വന്നു. ലോവർ ലിമിറ്റ് 0 ആണ്, 0 കൊടുക്കുമ്പോൾ രണ്ടും 0 ആയി പൊക്കോളും. പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് 4 മൈനസ് 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. 1/2 കൊടുക്കുമ്പോൾ എന്ത് വരും? 1/4 മൈനസ് 1/2 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ്. പ്ലസ് 4 മൈനസ് 2 എത്ര വരും? 2 എന്ന് വരും. മൈനസ് 1/4 മൈനസ് 1/2 എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1/4 ആണ്. അപ്പോൾ എന്ത് വരും? അത് പ്ലസ് 1/4 ആകും. അഗെയിൻ 1/4 പ്ലസ് 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. പ്ലസ് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5/2 ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്, എക്സും ലോഗ് എക്സും ഉണ്ട്. സോ നമുക്ക് പ്രോഡക്റ്റ് റൂൾ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. അപ്പം ഇന്റഗ്രേഷൻ ബൈ പാർട്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ യു ഡി വി. ഇന്റഗ്രൽ യു ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു ഇൻറ്റു വി മൈനസ് ഇന്റഗ്രൽ ഓഫ് എന്ത് വരും? വി ഇൻറ്റു ഡി യു. നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പഠിച്ചേക്കണത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? സോ ഇവിടെ നോക്കി, ഇന്റഗ്രൽ ഓഫ് യു ഡി വി, ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് എടുക്കുവാണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഡി വി ഡി ഇന്റഗ്രൽ എന്താണ്? വി ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, യുവിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി യു ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഡി വി ഡി ഇന്റഗ്രൽ എന്ത് വരും? വി വരും. അതാണ് ശരിക്കും ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ആ രണ്ട് ഫംഗ്ഷൻസ് ചൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഇതിൽ ഏതാണ് യു എടുക്കേണ്ടത്, അതുപോലെ ഏതാണ് ഡി വി എടുക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത്. സോ യു എന്ന് പറയുന്നത്, അപ്പം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഏതാണ്? ഐലേറ്റ് എന്നുള്ള ഫോമിലായിരിക്കും എടുക്കുന്നത്. അപ്പം നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, അരിത്തമെറ്റിക് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ എപ്പോഴും യു എന്ന് പറയുന്നത് ഏതാണ്? ആദ്യം വരുന്നത് എടുക്കുക. ഇതിലേതാണോ ആദ്യം വരുന്നത് അത് യു ആയിട്ട് എടുക്കുക. സോ ലോഗരിതമിക് ആണ് വരുന്നത്. സോ നമുക്ക് യു എന്ന് പറയുന്നത് എന്തെടുക്കാൻ പറ്റും? യു എന്ന് പറയുന്നത് ഞാനിവിടെ ലോഗ് എക്സ് എടുത്തു. ബാക്കിയുള്ളത് എന്തായിട്ട് എടുത്തു? ഡി വി ആയിട്ട് എടുത്തു. സോ ഡി വി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബാക്കി ബാലൻസ് വരുന്നത് ലോഗ് എക്സ് ഞാൻ എന്തായിട്ട് എടുത്തു? യു ആയിട്ട് എടുത്തു. ബാലൻസ് ഏതാണുള്ളത്? എക്സ് ഇൻറ്റു ഡി എക്സ് ആണുള്ളത്. സോ ഡി വിനെ ഞാൻ എന്തെടുത്തു? എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പം യുവും ഡി വിയും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ വേണം? യു വേണം, വി വേണം, ഡി യു വേണം, അല്ലേ? യു ഓൾറെഡി നമുക്കറിയാം എന്താണ്? ലോഗ് എക്സ് ആണ്. നമുക്ക് ഡി വിയെ ഉള്ളൂ എന്താണ്? എക്സ് ഡി എക്സ്. സോ നമുക്ക് വി കണ്ടുപിടിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഇന്റഗ്രലാണ് വരുന്നത്. സോ ഡി വി ഡി ഇന്റഗ്രൽ എന്ത് വരും? വി എന്ന് വരും. എക്സ് ഡി എക്സ്, എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ നമുക്ക് വി എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. സോ ഓൾസോ ഇവിടെ യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. സോ യുവിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി യു ആണ്. ഡി യു എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് 1/x ഡി എക്സ് എന്ന് കിട്ടും. സോ നമുക്കെല്ലാം ആയി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ യു ഡി വി ഈക്വൽ ടു യു ഇൻറ്റു വി. യു എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് ആണ്. സോ ലോഗ് എക്സ് ഇൻറ്റു വി. വി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് വി. വി എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇൻറ്റു ഡി യു. ഡി യു എന്ന് പറയുന്നത് എന്താണ്? 1/x ഡി എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഒരു എക്സും കട്ടായി പോകും. ബാലൻസ് എന്ത് വരും? എക്സ് ബൈ 2 ഡി എക്സ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. സോ ബൈ 4 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് the value of the definite integral 0 to 1 x into 1 minus x all raised to 99 dx. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
സോ നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് എന്ത് ചെയ്തു, 1 മൈനസ് എക്സിന് പകരം യു എന്ന് കൊടുത്തു. 1 മൈനസ് എക്സ് യു ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് റൈറ്റ് സൈഡിലേക്ക് പോയാൽ 1 മൈനസ് യു എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് യു ആണ്. സോ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 1 മൈനസ് യു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1ന്റെ ഡെറിവേറ്റീവ് 0, യുവിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഡി യു എന്ന് വരും. ദാറ്റ് ഈസ് ഡി എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്, മൈനസ് ഡി യു എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സിന്റെ ലിമിറ്റ് ആണ് വേരി ചെയ്യുന്നത്. എക്സ് 0 ആകുമ്പോൾ യുവിന്റെ വാല്യൂ എന്താണ്, എക്സ് 0 കൊടുക്കുമ്പോൾ യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 യു ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രൽ 0 to 1, എക്സ് 0 ആകുമ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. എക്സ് 1 ആകുമ്പോൾ യു എന്താണ്, 0 ആണ്. അതുപോലെ തന്നെ എക്സിന് പകരം എന്തെന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്, 1 മൈനസ് യു എന്ന് കൊടുക്കാം. ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം, യു എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് യു റൈസ് ടു 99 ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡി യു ആണ്, മൈനസ് ഡി യു. ഇനി നമുക്കറിയാം ഇന്റഗ്രൽ എ ടു ബി മൈനസ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇന്റഗ്രൽ ബി ടു എ ഡി എക്സ് ആയിരിക്കും അല്ലെ, ബി ടു എ ഡി എക്സ് ആയിരിക്കും. മൈനസ് മാറാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ 0 to 1 മൈനസ് മാറി 1 മൈനസ് യു ഇൻറ്റു യു റേസ് ടു 99 ഡി യു എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു യു റേസ് ടു 99 അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 യു റേസ് ടു 99 മൈനസ് യു റേസ് ടു 100 ഡി യു എന്ന് വരും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, യു റേസ് ടു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് യു റേസ് ടു 101 ഡിവൈഡഡ് ബൈ 101 ഫ്രം 0 to 1 എന്ന് വരും അല്ലേ. ഇനി ഞാൻ അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/100 മൈനസ് 1/101. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും, രണ്ടും 0 ആയി പൊക്കോളും. സോ ദിസ് ഈസ് ഈക്വൽ ടു 101 മൈനസ് 100 ഡിവൈഡഡ് ബൈ 101 0 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 101 0 0. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ 1 to 4 മോഡ് എക്സ് മൈനസ് 3 പ്ലസ് മോഡ് 1 മൈനസ് എക്സ് ഡി എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ മോഡ് എക്സ് മൈനസ് 3 മോഡ് 1 മൈനസ് എക്സും എന്താണെന്ന് എഴുതി നോക്കാം. നോക്കിയേ, മോഡ് എക്സ് മൈനസ് 3, മോഡ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് 3 വെൻ എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് 3 വെൻ എക്സ് മൈനസ് 3 ലെസ് ദാൻ 0 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, അഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് മൈനസ് 3 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് 3 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 3 അല്ലേ. മൈനസ് അകത്തേക്ക് എടുത്തു, അപ്പോൾ എന്ത് വരും, 3 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 3 എന്ന് വന്നു. സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് 1 മൈനസ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും, 1 മൈനസ് എക്സ് വെൻ 1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 or minus of 1 minus x when 1 minus x less than 0 എന്ന് വരും. Again this is equal to എങ്ങനെ എഴുതാം നമുക്ക്, 1 minus x when 1 greater than or equal to x and x minus 1 അല്ലെ, മൈനസ് അകത്തേക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് വരും, x minus 1 എന്ന് വരും. x minus 1 when 1 less than x എന്ന് വരും. ഓക്കെ, സോ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് അല്ലെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. ഇവിടെ എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും, 1 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓൾസോ എക്സ് മൈനസ് 1 എപ്പോഴാണ്, 1 ലെസ് ദാൻ എക്സ് ആണ്. 1 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. സോ ഇത് രണ്ടുമാണ് നമുക്കുള്ളത്, ഇതും ഉണ്ട് അതുപോലെ തന്നെ ഇതുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എക്സ് മൈനസ് 3യും എക്സ് ലെസ് ദാൻ 3 മൈനസ് എക്സും ആണ്. ഇവിടെയോ എക്സ് ഗ്രേറ്റർ ദാൻ 1 എക്സ് മൈനസ് 1ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 1 മൈനസ് എക്സും ആണ്. നമ്മുടെ ലിമിറ്റ് എവിടെ നിന്ന് എവിടെ വരെയാണ്, 1 to 4 ആണ്. ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ഒരു വാല്യൂവും ലെസ് ദാൻ 1 വേറൊരു വാല്യൂ ആണ്. സോ നമുക്ക് എപ്പോഴും മോഡ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്, എക്സ് മൈനസ് 1 ആയിരിക്കും കിട്ടുന്നത്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫുള്ള് എന്താണ്, എക്സ് മൈനസ് 1 ആണ്.
നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടെ വരെ ഉള്ളൂ, 1 to 4 ഉള്ളൂ. അപ്പം ഗ്രേറ്റർ ദാൻ 1 ഉള്ളൂ. പക്ഷേ രണ്ടാമത്തേതിനകത്ത് എന്താണ്, x-3 എവിടെ നിന്നാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യിൽ ഒരു വാല്യൂവും എക്സ് ലെസ് ദാൻ 3യിൽ വേറൊരു വാല്യൂ ആണ്. സോ നമുക്ക് ഇതിനെ എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, 3 വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാൻ ഈ ലിമിറ്റ്, ഇന്റഗ്രലിന്റെ ലിമിറ്റിനെ എവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്, 1 to 3യും അതുപോലെ തന്നെ എന്താണ് 3 to 4ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ 1 to 3യിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ 1 to 3. 1 to 3യിൽ മോഡ് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്, 1 to 3 എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ലെസ് ദാൻ 3 ആണ് വരുന്നത്. എക്സ് ലെസ് ദാൻ 3യിൽ മോഡ് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്, 3 മൈനസ് എക്സ് ആണ്. സോ 3 മൈനസ് എക്സ് പ്ലസ് 1 to 3യിൽ മോഡ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 to 3 എന്ന് പറയുമ്പോൾ എന്താണ്, 1 to 3 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ലാണ് വേണ്ടത്, എക്സ് മൈനസ് 1 എന്ന് വരും. സോ എങ്ങനെ വരും, എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടും. പ്ലസ് അടുത്തതാണ് ഇന്റഗ്രൽ 3 to 4 ആണ്. ഇന്റഗ്രൽ 3 to 4 എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണ് അല്ലേ. സോ 3 to 4 എന്ന് പറയുമ്പോൾ അവിടെ മോഡ് എക്സ് മൈനസ് 3 എന്തായിരിക്കും, മോഡ് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആയിരിക്കും, എക്സ് മൈനസ് 3 എന്ന് കിട്ടും. പ്ലസ് ഏതാണ്, മോഡ് 1 മൈനസ് എക്സ്, മോഡ് 1 മൈനസ് എക്സ് 3 to 4ൽ എന്ത് തന്നെയാണ്, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എക്സ് മൈനസ് 1 ആണ്. സോ 3 to 4 എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അവിടെ എന്തായിരിക്കും, എക്സ് മൈനസ് 1 ആയിരിക്കും. സോ എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3, എക്സും എക്സും കട്ടായി പോകും, 3 മൈനസ് 1 എന്ത് വരും, 2 വരും. സോ നമുക്ക് 2 ഡി എക്സ് എന്ന് കിട്ടും ഇത്. പ്ലസ് ഇന്റഗ്രൽ 3 to 4, എക്സും എക്സും കൂടി എന്താകും, 2x ആകും. മൈനസ് 3 മൈനസ് 1 എന്ത് വരും, മൈനസ് 4 ഡി എക്സ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2ന്റെ ഇന്റഗ്രൽ എന്താണ്, 2x ആണ്. ഫ്രം എവിടുന്ന് എവിടം വരെയാണ്, 1 to 3. പ്ലസ് അടുത്ത് എന്ത് വരും, 2x²/2, അതെന്താണ്, x² ആണ്. മൈനസ് 4x ഫ്രം എവിടുന്ന് എവിടം വരെയാണ്, 3 to 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 3 into 2 6 മൈനസ് 2 പ്ലസ് അടുത്ത് എന്ത് വരും, 4² 16 മൈനസ് 16 അതെന്ത് വരും, 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് എത്ര കൊടുക്കണം, 3 കൊടുക്കണം. 3² എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. 9 മൈനസ് 4 into 3 അത് എത്ര വരും, 12 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 എത്രയാണ്, 6 മൈനസ് 2 എത്രയാണ്, 4 ആണ്. 9 മൈനസ് 12 എത്ര വരും, മൈനസ് 3 എന്ന് വരും. മൈനസും കൂടി എന്താകും, പ്ലസ് ആകും. സോ 4 + 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 7 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് ആ മോഡ് എക്സ് നമുക്ക് ആകെ അറിയേണ്ടത് എന്തേ ഉള്ളൂ, മോഡ് എക്സ് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ജനറലി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, മോഡ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. ഇനി മോഡ് എക്സിന് പകരം മോഡ് എക്സ് മൈനസ് 3 ആ വരുന്നതെങ്കിൽ എന്ത് വരും, മോഡ് എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് 3 വെൻ എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് ഓഫ് എക്സ് മൈനസ് 3 വെൻ എക്സ് മൈനസ് 3 ലെസ് ദാൻ 0. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് മോഡുലസ് വരുന്ന എല്ലാ ഇന്റഗ്രലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാണ്ട് നമുക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രൽസ് ആണ് വരാൻ സാധ്യതയുള്ളത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഇടാം കൂടുതൽ പ്രോബ്ലംസ്. കാരണം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മാക്സിമം പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.